ശബരിമലയിലൊരു വിമാനത്താവളം, റെയിൽവേ സ്റ്റേഷൻ്റെ പകുതി പൂർത്തിയായി കിടക്കുന്ന പകുതി പോലും ഇല്ല, കാൽഭാഗം പോലെ. അവിടെ ഇപ്പോൾ തുണി നനയ്ക്കാനും ഒക്കെ തുണി നനച്ചതുമൊക്കെ കൊണ്ടിട്ട് ഉണക്കിയെടുക്കാൻ വേണ്ടി നാട്ടുകാർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. എത്ര കോടി രൂപയാണ് വെള്ളത്തിലായത്. അതുപോലെയായിരുന്നു കേരയിൽ എന്നും പറഞ്ഞ് വലിയൊരു ഘോരഗർജനം. അതും കുറേ കോടികൾ വെള്ളത്തിലായി. ആൾക്കാരുടെ വീടുകളിലൊക്കെ മഞ്ഞക്കുറ്റി കൊണ്ടടിച്ചു, ടോയ്ലറ്റിലും അതുപോലെ അടുക്കളയിലും. അവരെ കുറച്ച് നാൾ കണ്ണീര് കുടിപ്പിച്ചു എന്നൊഴിച്ചാൽ അവർക്ക് ഇപ്പോഴും അവിടെ ഒരു വ്യവഹാരം, വസ്തു വ്യവഹാരം നടത്താൻ പറ്റാത്ത അവസ്ഥ എന്നുള്ളത് ഒഴിച്ചാൽ, മുനമ്പം പോലായി അവരുടെ സ്ഥിതി എന്നുള്ളത് ഒഴിച്ചാൽ ഒരു പ്രയോജനം. അപ്പോൾ ഗവൺമെൻറ്റിന് ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും തിരിച്ചടികൾ വന്നുകൊണ്ടിരിക്കുക. അതിൻ്റെ ഭാഗമായിട്ടാണ് എരുമേലി എങ്ങുമില്ലാത്ത പോലെ 2750 ഏക്കർ, എന്തോ 2 വിമാനങ്ങൾ, ഡബിൾ വിമാനത്താവളമോ, ഈ വല്ല സ്ഥലത്ത് ഇത്രയും വേണ്ട ആവശ്യമില്ലതിന്. അതിൻ്റെ നേരെ പകുതി മതി ഒരു വിമാനത്താവളത്തിന്. ഇരട്ടി സ്ഥലം എടുത്തു വെച്ച് എന്തായി കാട്ടിക്കൂട്ടും. അത് സ്ഥലമില്ലാത്ത കേരളത്തിൽ. തിരുവനന്തപുരത്ത് 700 ഏക്കറാണ്. അല്ല, ഒന്നാം തരം വിമാനത്താവളം ഇല്ലേ, അന്താരാഷ്ട്ര വിമാനത്താവളമാണ്. കൊച്ചിയിൽ ഇത്രയും സ്ഥല ലഭ്യത കുറഞ്ഞ 1300 ഏക്കറാണ് കൊച്ചി ഉപയോഗിക്കുന്നത്. നെടുമ്പാശ്ശേരി റിക്ലമേഷൻ നടത്തിയ ഭൂമിയാണ്. എന്നാൽ കോഴിക്കോട് 373 ഉള്ളൂ. കോഴിക്കോട് ഇത്തിരി കുറവാണ്, നമ്മൾ സമ്മതിക്കണം. അതേപോലെ കണ്ണൂർ 2300 ഉണ്ട്, 2300 ഉണ്ട്. എന്നാൽ 2570 ഏക്കർ എന്തിനാണ് ശബരിമലയിൽ എന്നാണ് ഹൈക്കോടതി ചോദിച്ചിരിക്കുന്നത്. ശബരിമല എന്ന് പറയുന്ന ഒരു സിറ്റി അല്ലല്ലോ. അവിടെ 1-ാം തീയതികൾ തോറും ഭക്തരെത്തും. ഇത് കഴിഞ്ഞാൽ മണ്ഡല മകരവിളക്ക് കാലമാണ്. ഏകദേശം 2 മാസം നമുക്ക് പറയാം. അല്ലെ, ടൂറിസം സെന്റർ അല്ലല്ലോ. വിമാനത്തിൽ ഇങ്ങോട്ട് വരുന്ന കഷ്ടപ്പെട്ട് വരുന്ന ആൾക്കാരാ കൂടുതൽ. അതെ അല്ലേ, പാവപ്പെട്ട ആൾക്കാരാ ഈ വിമാനത്തിൽ വരാൻ അതിനുള്ള സാധ്യതയില്ല. അങ്ങനെ വന്നാൽ തന്നെ ഈ പറയുന്ന 373 ഏക്കറുള്ള കോഴിക്കോട് പോലുള്ളൊരു വിമാനത്താവളം അവിടെ ധാരാളമാണ്. സീസൺ യാത്രക്കാര് എന്ന് പറയുന്നില്ല, ഒരുപക്ഷെ പത്തനംതിട്ട, കോട്ടയം അങ്ങനെയുള്ള പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ഒരു ഫ്ലൈറ്റ് എന്ന രീതിയിൽ അതിന് സാധ്യതയുണ്ട്. പക്ഷെ വളരെ തിരക്കുള്ളൊരു ഏരിയ അല്ല അത്. വാസ്തവത്തിൽ അത് കോട്ടയത്തായിരുന്നെങ്കിൽ കുറച്ചുകൂടെ പ്രയോജനപ്രദമായി. കോട്ടയം ഒരു സെന്ററാണ്, ഒരു ഹബ്ബാണത്. അങ്ങനെ ഇരിക്കുമ്പോൾ 2570 ഏക്കർ എന്തിനാണ് എന്നാണ് ചോദിക്കുന്നത്. ഇതിന്റെ DPR, ഈ പറയുന്ന DPR സർവേ എല്ലാം പൂർത്തിയാക്കിയത് 2025-ലാണ്. തുടങ്ങുന്ന 2017-ലാണ് ഈ ഒരു ചെറുവള്ളി എസ്റ്റേറ്റും തുടങ്ങിയ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് നമ്മൾ പരിപാടി തുടങ്ങിയത് ജൂലൈ മാസത്തിൽ. അത് ഓക്കെ പറഞ്ഞു. അന്നേ ആളുകൾ പറഞ്ഞു ഇതൊരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സാണ്. അതിനെ സാധൂകരിക്കുന്നതാണല്ലോ ഇപ്പോൾ കോടതി, കേന്ദ്ര ഗവൺമെന്റിന്റെ നിരീക്ഷണം. അത് ഹൈക്കോടതി അത് മനസ്സിലാക്കി. അതുകൊണ്ടാണ് ഈ പറയുന്ന സംഭവം അസാധുവാക്കിയിരിക്കുകയാണ്. വിജ്ഞാപനം അസാധുവാക്കി. ഇനിയിപ്പോ ഈ പറഞ്ഞ സംഭവം നിലവിലില്ല. ഹൈക്കോടതിയുടെ ഉത്തരവോടുകൂടി ഒന്നേം തുടങ്ങണം. അപ്പോ 2023 ജൂൺ 30-ന് പ്രതിരോധ മന്ത്രാലയത്തിന്റെ NOC കിട്ടി. 2024 മെയ് മാസത്തിൽ വ്യോമയാന മന്ത്രാലയവും NOC നൽകി. 2025 ഏപ്രിലാണ് ഭൂമി ഏറ്റെടുക്കാനുള്ള വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നത്. DPR അതേ ഏപ്രിലാണെങ്കിൽ നവംബറിൽ DPR സർവേയും പൂർത്തിയായി. ഇത്രയും സാധനങ്ങൾ ഇന്നലത്തെ ഹൈക്കോടതി ഉത്തരവോടുകൂടി ഇല്ലാതായിരിക്കുകയാണ്. ചോദ്യം ഇതാണ്, ഒരു വിമാനത്താവളത്തിന് എന്തിനാണ് ഇത്രയധികം ഭൂമി? സർക്കാരിന്റെ മറുപടി തൃപ്തികരമല്ല. ഭാവിയിലെ വികസന പ്രവർത്തനങ്ങൾ എന്നാണ് പറയുന്നത്. കോടതി ചോദിച്ചു, ഭാവിയിലെ വികസന പ്രവർത്തനങ്ങൾ എന്താണ്? അതിന് വ്യക്തത പറയുന്നില്ല. അതേ സംബന്ധിച്ച് ഒന്നും പറയുന്നില്ല. ആരുടെ വികസന പ്രവർത്തനങ്ങൾ, ആർക്ക് വേണ്ടിയുള്ള വികസനം? ഇത് സ്വാഭാവികമായിട്ടും അരിയാഹാരം കഴിക്കുന്ന ആൾക്കാരാണ് കോടതിയിലെ ജഡ്ജിമാരായിട്ട് ഇരിക്കുന്നത്. അവർക്കിത് മനസ്സിലാവും. കേരളത്തിന്റെ ഇതപ്പര്യന്തമുള്ള ചരിത്രത്തിൽ അഴിമതിയുടെ കറ പുരളാത്ത എന്ത് പദ്ധതിയാണ് കേരളത്തിൽ ഗവൺമെന്റുകൾ നടപ്പാക്കിയിട്ടുള്ളത്? അപ്പൊ സ്വാഭാവികമായിട്ടും രക്ഷ ഇനി ഹൈക്കോടതി മാത്രമേ ഉള്ളൂ. ഹൈക്കോടതി അത് ശരിയായ രീതിയിലാണ് ഇടപെട്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും വളരെ ശരിയായിട്ടുള്ള രീതിയിലുള്ള ഇടപെടൽ തന്നെയാണ് നടത്തിയിരിക്കുന്നത്. ഇവിടെ വൻതോതിൽ ഇതിപ്പോൾ ഗവൺമെന്റിന്റെ പ്രദേശമാണെന്ന് ഏറ്റെടുക്കും. കുറച്ച് കഴിയുമ്പോൾ ഇതുപോലൊരു കേസ് കൊടുക്കും. അതിൻ്റെ ഉടമസ്ഥർ ആരും ആയിക്കോട്ടെ, അതിനാളെന്ന് നമ്മൾ പറയുന്നില്ല. കൊടുത്തു കഴിയുമ്പോൾ അവരുടെ പണം കൊടുക്കാൻ കോടതി തന്നെ പറയും. പറഞ്ഞു കഴിയുമ്പോൾ അങ്ങനെ കൊടുത്തിട്ട് അത് ഒത്തു കളിച്ചൊരു ബിസിനസ്സാണിത്, അതിന് വേണ്ടിയിട്ടുള്ള ബിസിനസ്. ഗവൺമെന്റിന്റെ പ്രോസിക്യൂട്ടർ ഒന്ന് താഴ്ന്നു കൊടുത്താൽ പോരെ, അത്രയേ ഉള്ളൂ. അപ്പൊ അത് കേസ് ജയിക്കില്ലേ അവര്? സാറേ, അങ്ങനെ ഒരുപാട് നടക്കുന്നുണ്ട് കേരളത്തിൽ. നമ്മുടെ ഓരോരുത്തരുടെയും നികുതിപ്പണമാണല്ലോ. അതെ, ഈ പറയുന്ന സർക്കാർ ചിലവഴിക്കുന്ന ഓരോ ചില്ലിക്കാശും ഓരോരുത്തരുടെ നികുതിപ്പണമാണ്. അപ്പൊ ഇതിന് ഈ ഇത്രയും ഭൂമി ഏറ്റെടുക്കണമെങ്കിൽ, ആവശ്യത്തിലേറെ ഭൂമി ഏറ്റെടുക്കണമെങ്കിൽ കൊടുക്കുന്ന പണം ഖജനാവിൽ നിന്നാണ്. ലോൺ എടുത്താൽ പോലും, ഖജനാവിലൊന്നുമില്ലെന്ന് നമുക്കറിയാം, ലോൺ എടുത്താൽ പോലും
നമ്മളാണല്ലോ അതിൻ്റെ ബാധ്യസ്ഥര്. നമ്മുടെ തലയിൽ ഇത്ര വലിയ ഭാരം വെച്ചിട്ട് ഇത് റിയൽ എസ്റ്റേറ്റ് ആയിട്ട് വിറ്റ് കഴിഞ്ഞിട്ടുള്ള ആ ഒരു ലാഭം അത് കുറെ ഹിഡൻ അജണ്ടകൾ വെച്ചുകൊണ്ട് നടക്കുന്നത്. അതിന്റെ പിന്നിൽ ഒരുപാട് രേഖയിലുള്ളത് കൂടാതെ ബ്ലാക്ക് മണി ഒരുപാട് ഒഴുകിപ്പോകും. ആ രീതിയിൽ ഇത് ചെയ്യുമെന്ന് മനസ്സിലാക്കാനായിട്ട് നമ്മൾക്ക് സാമാന്യ യുക്തി മാത്രം മതി. അതെ, ആണല്ലോ. പാഴൂർ പഠിപ്പുരയ്ക്കൊന്നും ആവശ്യമില്ല. അപ്പൊ ഇവിടെ ഇപ്പൊ ഗവൺമെന്റ് ഇങ്ങനെ ഒരു കാര്യം മുന്നോട്ട് വെച്ച് പോകുമ്പോൾ ഇത് ഏറ്റവും ആത്യന്തികമായി നമ്മൾ ചിന്തിക്കേണ്ടത് പത്തനംതിട്ട ശബരിമല പ്രദേശം എന്ന് പറയുന്നത് വനമേഖലയാണ്. അവിടെ കൊണ്ടുവന്ന ഒരു വിമാനത്താവളം സാധാരണ ഒരാൾ ചെയ്യുന്ന എന്താ, ഒരു ഹെലിപ്പാഡാണെങ്കിൽ ഓക്കെ, വളരെ കുറച്ച് സ്ഥലമാണ്. നമ്മളൊരു ഹെലിപ്പാഡ് രാഷ്ട്രപതി വന്നപ്പോൾ ഉണ്ടാക്കിയതിന്റെ ചെലവും ആ ഹെലിപ്പാഡിന്റെ ക്വാളിറ്റിയും കണ്ടവരാണ്. അത് തന്നെ മാറി ആണല്ലോ. കോൺക്രീറ്റ് ഉറച്ചില്ല, അതിന്റെ എസ്റ്റിമേറ്റ് 20 ലക്ഷം. ഓക്കെ, അപ്പോ ഇവിടെ ഇത്രയും വലിയ ഒരു ഭൂമി കുംഭകോണം നടത്തുവാനായിട്ടുള്ള ഒരു പ്ലാൻ ഇടുമ്പോൾ ആ പ്ലാനിന് പിന്നിലുള്ള ദുരന്തങ്ങൾ എന്ന് പറയുന്നത് പരിസ്ഥിതി ദുരന്തമാണ്. ഒരു സർക്കാർ, ജനങ്ങളോ പരിസ്ഥിതിയോട് വലിയ താല്പര്യമൊന്നും ഇല്ലാത്തവരാണ്. എൻ്റെ പുഴയും എൻ്റെ അടുത്തുള്ള പുഴയും എൻ്റെ അടുത്തുള്ള കുളവും എൻ്റെ അടുത്തുള്ള നീർച്ചാലും ഒക്കെ നികർത്തണം എന്നുള്ളത് എനിക്ക് തോന്നുന്നു. പക്ഷെ ഇതിനെയൊക്കെ നിയന്ത്രിക്കാനാണല്ലോ ഗവൺമെന്റ് ഇരിക്കുന്നത്. ആ ഗവൺമെന്റ് തന്നെ വനഭൂമി ഈ രീതിയിൽ നഗരമാക്കുവാനും ആ നഗരമാക്കി അത് വിൽപ്പന നടത്തുവാനും അവിടുത്തെ പരിസ്ഥിതി ലോല അന്തരീക്ഷത്തെ തകർക്കുവാനും മുന്നിട്ടിറങ്ങുമ്പോൾ ആരെ ഇടപെടേണ്ടത്? ഇവിടെ ഏതെങ്കിലും ഒരു പരിസ്ഥിതി സംഘടന ഇതിനെതിരെ ഹർജിയുമായിട്ട് പോയോ? എന്താ പോകാത്തതിന്റെ കാര്യം എന്നറിയാവോ? ഈ എല്ലാ സംഘടനകളെയും ഭരണകക്ഷി അല്ലെങ്കിൽ ഒരു പ്രത്യേക പാർട്ടി ഹൈജാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നാട്ടിലെ പൊതു പ്രശ്നങ്ങളിൽ രാഷ്ട്രീയം നോക്കി മാത്രം അവർ ഇടപെടും. ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളിൽ ഇത് കേരളത്തിന്റെ കാലാവസ്ഥയെ ബാധിക്കുന്ന വിഷയമാണ്. മിണ്ടാപ്രാണികളായ വന്യജീവികളെ ബാധിക്കുന്ന വിഷയമാണ്. ഇതൊരു ശബരിമലയോ കേന്ദ്രീകരിച്ചുള്ള മറ്റൊരു കൊള്ളയാണ്. പറയുമ്പോൾ എന്താ പറയുന്നത്? ഇത് ശബരിമലയുടെ വികസനത്തിന് വേണ്ടിയാണ്. ശബരിമലയെ വികസിപ്പിക്കേണ്ടത്, വികസിപ്പിച്ചതിന്റെ നമ്മളിപ്പോ കാണുന്നത് അല്ല വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം നമുക്ക് ഇപ്പോൾ വരുന്ന ഭക്തന്മാരെ തന്നെ സൗകര്യമായിട്ട് താങ്ങാനുള്ള സൗകര്യം നമുക്കില്ല. നോക്കൂ, അന്നെന്താ ജയകുമാർ പറഞ്ഞത്? 3 തരം പായസം കൂട്ടി ഊണ്. എന്തിനാ അവർക്ക് ഈ ഊണ്? കഞ്ഞി വെച്ച് കൊടുത്താൽ അവരുടെ ക്ഷീണമെങ്കിലും തരും. കഞ്ഞിയാണ് അവരുണ്ടാക്കി അരിയൊക്കെ ആയിട്ടാണ് വരുന്നത്. പാത്രങ്ങളുമായിട്ട് വന്ന് വഴിയരികിൽ കഞ്ഞി വെച്ചാൽ അധികം മതി, നിങ്ങളുടെ ചോറൊന്നും വേണ്ട, സദ്യ കഴിക്കാനല്ല വരുന്നത്. എന്തോ കല്യാണമോ? അവിടെ ചതുർവിഭവ സമൃദ്ധമായ എന്ത് തെറ്റായിട്ടുള്ള കോൺസെപ്റ്റാണിത്. ഈ ശബരിമലയിൽ ഇത്രയും നമ്മളത് ചെയ്യുമ്പോൾ അത്രയും കൂടെ പരിസ്ഥിതിക്ക് നമ്മൾ ദോഷമുണ്ടാക്കുന്നത്. അവിടെ പാചകമല്ല, പ്രകൃതിയോട് ചേർന്നുള്ള ഒരു ജീവിതമാണ് അവിടെ വേണ്ടത്. ഈ ആഹാരമൊക്കെ പുറത്തോട്ടിറങ്ങി ഭഗവാനോട് പറയുന്നത് അല്ല. വേറൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഈ കോട്ടയത്തുമൊക്കെ ഈ കിടന്ന് അയ്യപ്പന്മാർ കിടന്ന് നരയിക്കുന്നത് നമ്മൾ കാണുന്നില്ലേ? വണ്ടിയില്ല, വാഹനമില്ല, പോകാനുള്ള സൗകര്യങ്ങൾ, ഇടിച്ചു കയറി കൊച്ചു പിള്ളേരെയും കൊണ്ടൊക്കെ വളരെ നരകയാതന അനുഭവിച്ചു തന്നെ നിരന്തരമായ യാത്ര. പിന്നെ അതൊരു ത്യാഗമായിട്ട് അവർ ചെയ്യുക. നമ്മൾ വേണ്ടത് ഇപ്പോൾ വരുന്നവരെ ഉൾക്കൊള്ളാനുള്ള സൗകര്യങ്ങൾ ആദ്യം ഉണ്ടാകുക. അത് കഴിഞ്ഞിട്ടാവാം വിമാനത്തിൽ ഇങ്ങനെ ടൂറിസം, വിനോദസഞ്ചാരമായിട്ട് വരാനുള്ളവരെ. അതല്ലേ നമ്മുടെ പ്രയോറിറ്റി. നമ്മുടെ ഒരു പാവപ്പെട്ട സംസ്ഥാനമല്ലേ? ആണ് സാറേ. അവിടെ പാർക്കിങ്ങിനുള്ള സൗകര്യം ഇല്ല. പാർക്കിങ്ങിനുള്ള മതിയായ സൗകര്യത്തിനുള്ള വനഭൂമി ലഭ്യമാക്കാൻ ഇതുവരെ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. അല്ല മാഷെ, ഇത് സദ്യ കഴിച്ചു കഴിഞ്ഞാൽ ടോയ്ലറ്റിലെങ്ങാനും പോകാൻ അങ്ങനെ ഒരു ആവേഗം ഉണ്ടായി കഴിഞ്ഞാൽ അതിനുള്ള സൗകര്യം ഉണ്ടോ? ഇല്ല. വെള്ളമുണ്ടോ? ഇല്ല. അത് അങ്ങനെ പോകുന്നത് ശരിയാണ്. ഈക്കോളി ബാക്ടീരിയയുള്ള വെള്ളമാണ് കുടിക്കാൻ കൊടുക്കുന്നതെന്ന് പറയുന്നത് നമ്മളുടെ ഈ ഗവൺമെന്റിന്റെ ആരോഗ്യവകുപ്പ് തന്നെയാണ്. അങ്ങനെയുള്ള സ്ഥലത്ത് ഇതൊന്നും ചെയ്യാതെ അവർക്ക് 4 തരം വിഭവം കൂട്ടിയോ 10 തരം വിഭവം കൂട്ടിയോ കൊടുക്കുന്നതിലല്ല. അതൊരു കാര്യം കൂടെ ഉണ്ട്. ഈ അയ്യപ്പന്മാരായിട്ട് അവിടെ എത്തുന്നത് കല്ലും മുള്ളും ചവിട്ടി ക്ലേശങ്ങളും ബുദ്ധിമുട്ടും സഹിച്ചെല്ലാം ത്യജിച്ചിട്ടാണ് അവിടെ ചെയ്യുന്നത്. അതായത് എല്ലാത്തിനോടും ഡിറ്റാച്ച് ചെയ്ത് വരുമ്പോഴാണ്, എല്ലാം വേണ്ടെന്ന് വെക്കാനുള്ള കഴിവിലാണ് മനുഷ്യൻ ദൈവമായി മാറുന്നത്. അവിടെ അങ്ങനെ ആ 18 പടി കയറി ചെല്ലുമ്പോഴാണ് എഴുതി വെച്ചത്, നീ ഇപ്പോ എനിക്ക് തുല്യനെ തത്വമസി. ആദ്യം ഒരു അഴിമതി ഇല്ലാതാക്കട്ടെ. ദ്വാരപാലകന്മാരെ, അയ്യപ്പനെ വരെ അഴിമതിക്ക് വേണ്ടിയിട്ട് ആയുധമായിട്ട് ഉപയോഗിച്ചു. ആഭരണങ്ങളെല്ലാം ഇപ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലേലം വിളിക്കുകയാണെന്നാണ് നമ്മൾ അറിയുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ ഇങ്ങനെ ഈ അരിയാഹാരം കൊടുക്കുമ്പോഴും അങ്ങനെ അതിനകത്തും അഴിമതികൾ വരും. അവിടെ അഴിമതി നടക്കുന്നതല്ല, അഴിമതി. അതായത് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ അഴിമതിയാണ്. അവിടെ ആണല്ലോ ഭണ്ഡാരത്തിൽ പോലും അഴിമതി നടത്താം. കലവറയിൽ നടക്കുന്നുണ്ട് ശബരിമലയിൽ. നിങ്ങൾ അത് നിർത്താൻ നോക്ക്. ഇവിടെ ചുമ്മാ പുതിയ അഴിമതിക്കുള്ള വളം വെച്ചു കൊടുക്കാതെ അതിന് വഴി തുറന്നു കൊടുക്കാതിരിക്കുക, അതല്ലേ മര്യാദ. അതെന്തായാലും ഈ ഒരു നിലപാട് സ്വീകരിച്ച ഹൈക്കോടതിക്ക്, ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് ഒരു നല്ല നമസ്കാരം പറയാം മലയാളി. അതെ അതെ, അത്യാവശ്യം വെള്ളം കൊടുക്കാനുള്ള സൗകര്യം അതൊക്കെ ഉണ്ടാക്കും. വിമാനത്താവളം പിന്നാട്ടെ, കുടിക്ക് ദാഹിക്കുന്നവന് വെള്ളം അത് അത്യാവശ്യമാണ്. ആരൊക്കെ പോയി
തന്നെ വിമാനത്താവളം വേണമെന്ന് പറഞ്ഞ് ആരെങ്കിലും നിവേദനമായിട്ട് പോയി. അതെ, ഈ സദ്യ കഴിച്ച് വയറിളകി കഴിഞ്ഞാൽ അതിനുള്ള സൗകര്യങ്ങളില്ലാതെ അത് എന്തൊരു കഷ്ടമാണ് നിങ്ങൾ ഈ കാണിക്കുന്നത്. ഈ വരുന്നവർക്കെല്ലാം വൃത്തിയായിട്ട് തൊഴാൻ, ശുചിയായിട്ട് തൊഴണം എന്നാണ് അല്ലേ? അതെ, ശുചിത്വത്തോടുകൂടി തൊഴാനുള്ള അവസരങ്ങളാണ് ഉണ്ടാക്കേണ്ടത്. ശുചിത്വമില്ലാതെ നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്ങര ഒരു അദ്ദേഹത്തിന്റെ വീഡിയോയിൽ പറയുന്നുണ്ട്, ശബരിമല പോലുള്ള ഒരു പ്രദേശം എത്ര നിരുത്തരവാദപരമായിട്ടാണ് ഗവൺമെന്റ് കൈകാര്യം ചെയ്യുന്നത് എന്നതിന് അവിടുത്തെ കോൺക്രീറ്റ് കെട്ടിടങ്ങൾ തന്നെ തെളിവാണ്. ഈ നിർമ്മാണങ്ങൾ, വിമാനത്താവളം പോലെ തന്നെ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്ന എന്തിനാണ്? അഴിമതി നടത്താൻ വേണ്ടി. പിന്നല്ലാതെ ബഡ്ജറ്റ് ഇത്രയും എസ്റ്റിമേറ്റ് ഇട്ടിട്ട് അതിന്റെ ഇത്ര ഭാഗം ഞങ്ങൾക്ക് എടുക്കാമെന്ന് തന്നെ നമ്മൾ പറയണം. അമ്പലങ്ങളെ കുറിച്ചൊരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ശുദ്ധമായിരിക്കണം, അതിനടുത്ത് ടോയ്ലറ്റുകൾ പാടില്ലെന്നാണ്. അകലെയായിരിക്കണം. അത് ഹോട്ടലല്ല, അതുപോലെ തന്നെ പിന്നെ വിനോദസഞ്ചാര കേന്ദ്രമല്ല. ഈ ഒരു കോൺസെപ്റ്റ് വരണം. കാടിൻ്റെ ആ വനാന്തര ശൂന്യതയിലിരുന്ന് നമുക്ക് പ്രപഞ്ചവുമായിട്ട് നമ്മുടെ ആത്മാവ് ഒന്നിച്ചു ചേരാനുള്ള ഒരു അന്തരീക്ഷമാണ് അവിടെ. അതുണ്ടാവുന്നുണ്ടോ? നഗരങ്ങളെക്കാൾ ബഹളമയമായി കഴിഞ്ഞാൽ അവിടെ എങ്ങനെ ശാന്തി കിട്ടും, സമാധാനം കിട്ടും, നമുക്ക് സായുജ്യം കിട്ടും? കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.